തടസ്സവുമില്ല എന്നും പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാവണമെന്നും മാത്രമാണ് ആവശ്യപ്പെട്ടത് എന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ. തോമസ് കെ തോമസിനെ മന്ത്രിയാവാൻ സാധ്യതയില്ല എങ്കിൽ താൻ എന്തിന് രാജിവെക്കണമെന്നും അദ്ദേഹം ചോദിച്ചു. താൻ രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. തോമസിന്റെ മന്ത്രിപദവി വിഷയത്തിൽ NCP ദേശീയ നേതൃത്വം തീരുമാനമെടുക്കാത്തത് ഇക്കാരണത്താലാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെ താൻ എതിർക്കില്ല എന്നും ശശീന്ദ്രൻ വ്യക്തമാക്കിയതോടെ രാജിവെക്കില്ല എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. പാർട്ടിക്ക് മന്ത്രി വേണ്ട നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുമെന്നും പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തുന്നതിനെ ഉത്കണ്ഠയോടെയാണ് കാണുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. തോമസിനെ മന്ത്രിയാവുന്നതിന് തന്റെ മന്ത്രിസ്ഥാനം തടസ്സമല്ല എന്നും തോമസിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകുന്നതിൽ CPM-ന് താൽപര്യക്കുറവുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6-ന് ശരത് പവാറിന്റെ വീട്ടിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രകാശ് കരാട്ട് എത്തിയിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു അത്. 20 മിനിറ്റോളം ചർച്ച നടത്തി പിന്നീട് തോമസ് കെ തോമസ് ഒറ്റയ്ക്കും പവാറിനെ കണ്ടു. കരാട്ടും പവാറും പ്രത്യേകമായാണ് സംസാരിച്ചത്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയില്ല എന്ന നിലപാട് കരാട്ടിനെ മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തീരുമാനം നീളുന്ന കടുത്ത അതൃപ്തിയിലാണ് തോമസ് കെ തോമസ് MLA ഉള്ളത്. ഇതിനെ തുടർന്ന് ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഡൽഹിയിലെ ശരത് പവാറിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. എല്ലാ കാര്യങ്ങളും ശരത് പവാറിനെ ബോധിപ്പിച്ചുവെന്നും ഇത് സംബന്ധിച്ച് കത്ത് നൽകിയെന്നും തോമസ് കെ തോമസ് പറഞ്ഞിരുന്നു. മന്ത്രിമാറ്റം പാർട്ടി തീരുമാനിക്കുന്നത് പോലെയാണ്. ഇക്കാര്യം ശരത് പവാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും പറഞ്ഞു. A.K. ശശീന്ദ്രനെ ചർച്ചയ്ക്ക് വിളിച്ചോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നും തോമസ് പറഞ്ഞു. അതേസമയം NCP അധ്യക്ഷൻ ശരത് പവാറിന്റെ CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ടും സന്ദർശിച്ചിരുന്നു. ഇതിൽ കൂടിക്കാഴ്ച പൂർത്തിയാക്കി ആദ്യം പുറത്തിറങ്ങിയത് പ്രകാശ് കരാട്ടാണ്. പാർട്ടി ആവശ്യപ്പെട്ട കാര്യങ്ങൾ പാലിക്കാതെ A.K. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നില്ല എന്ന കാര്യമടക്കം പറഞ്ഞ് അതൃപ്തി അറിയിക്കുകയായിരുന്നു. അതിനുശേഷം പ്രകാശ് കരാട്ടും ശരത് പവാറും തമ്മിൽ സംസാരിച്ച് മന്ത്രിമാറ്റം കേന്ദ്രം ആവശ്യപ്പെട്ടിട്ട് എന്ന നിലപാട് എന്നാണ് തോമസ് കെ തോമസ് നേരത്തെ സ്വീകരിച്ചത്. NCPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു. 150 എക്സിക്യൂട്ടീവിൽ 126 പേരാണ് പങ്കെടുത്തത്. ഇതിൽ 123 പേരും മന്ത്രിമാറ്റം വേണമെന്ന ആവശ്യമാണ് ഉയർത്തിയത്. A.K. ശശീന്ദ്രനെ ഇനിയും എന്തുകൊണ്ടാണ് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാവാത്തത് എന്ന ചോദ്യം ഇവർ ഉയർത്തി. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മന്ത്രിമാറ്റത്തിൽ തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷവും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ തീരുമാനം വരുന്നില്ല എന്നും പാർട്ടിയുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തരുത് എന്നും യോഗത്തിൽ സംസാരമുയർന്നു. 3 അംഗങ്ങൾ മാത്രമാണ് പാർട്ടിക്ക് ഒരു മന്ത്രിയല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന് ആവശ്യപ്പെട്ടത്. എത്രയും പെട്ടെന്ന് മാറ്റം ഉണ്ടായിരുന്നില്ല എങ്കിൽ LDF മുന്നണിയിൽ പ്രതിഷേധം അറിയിക്കണം. മുന്നണിയിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കണം പ്രതിഷേധം. നിലവിലുള്ള മന്ത്രിയായ A.K. ശശീന്ദ്രനെ പിൻവലിച്ചുകൊണ്ടുള്ളതായിരിക്കണം പ്രതിഷേധമെന്നും കഴിഞ്ഞ ദിവസത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. ഇതിന്റെ തുടർ സംഭവങ്ങളിലാണ് ഇപ്പോൾ ഡൽഹി വരെ എത്തി നിൽക്കുന്നത്.